ഇന്നിപ്പോ വിദ്യാർത്ഥികളൊക്കെ മെഡിസിന് വേണ്ടി നീറ്റ് കടമ്പ കടക്കാൻ പാടുപെടുകയാണ്. പക്ഷെ മെഡിസിൻ നീറ്റ് ഇല്ലാതെ തന്നെ പല ഫീൽഡും പല ഓപ്ഷൻസും ഉണ്ടതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള അറിവുകളൊന്നുമില്ല. സാർ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. അതായത് നീറ്റ് ഇല്ലാതെ ഇപ്പൊ കോമ്പിനേഷൻ ഓഫ് ബയോളജി വിത്ത് മാത്സ് എടുത്ത് പഠിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നീറ്റ് കടമ്പ കടക്കാതെ ഒത്തിരി ഓപ്ഷൻസുകൾ ഉണ്ട്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, വെറൈറ്റി ഓഫ് കരിയർ ഓപ്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബയോടെക്നോളജി. ബയോടെക്നോളജി എന്ന് പറയുന്നത് ടെക്നോളജിയും ബയോളജിയും ബ്ലെൻഡ് ചെയ്തുള്ള ഒരു പഠനമാണ്. പിന്നെ അതാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസും ബയോളജിയും തമ്മിലുള്ള കോമ്പിനേഷൻ ആണ്. ദെൻ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ്. അവിടെയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സ് ബയോളജിക്കൽ ഡാറ്റയോട് ആഡ് ചെയ്തുള്ള പഠനമാണ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അഗ്രികൾച്ചറൽ സയൻസിന്റെ ഒരു വലിയ മേഖല. അവിടെ ക്യാൻ ബി റിവാർഡിംഗ് ആൻഡ് ഡൈവേഴ്സ് കരിയേഴ്സ് ഉണ്ട്. അതിൽ റിസർച്ച് ഇൻ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ്, അതേപോലെ തന്നെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, അഗ്രികൾച്ചറൽ ടെക്നോളജി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ദെൻ ഫാർമസി കോഴ്സുകൾ നമുക്കറിയാം, ബി ഫാം, ബാച്ചലർ ഓഫ് ഫാർമസി, അതേപോലെ ഫോറൻസിക് സയൻസ്, പിന്നെ എൻവയോൺമെന്റൽ സയൻസ്, ദെൻ ഫുഡ് ടെക്നോളജി, ഇത് വളരെ സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് ജെനറ്റിക്സിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള സബ് മേഖലകൾ വരുന്നുണ്ട്. ദെൻ BSc ഇൻ ക്ലിനിക്കൽ റിസർച്ച്, അതേപോലെ തന്നെ വെറ്റിനറി സയൻസ് ഇന്ന് നല്ല സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. അലൈഡ് ഹെൽത്ത് സയൻസ്, ഇതേപോലെ തന്നെ വെറൈറ്റി ഓഫ് പാരാമെഡിക്കൽ ആൻഡ് ടെക്നിക്കൽ കരിയേഴ്സ് റിലേറ്റഡ് ടു ഹെൽത്ത് സയൻസ്, ഇങ്ങനെ ഒത്തിരി മേഖലകളുണ്ട്. ദെൻ പ്യുവർ സയൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോബയോളജി എടുക്കാം, സുവോളജി എടുക്കാം, ബോട്ടണി എടുക്കാം, ബയോകെമിസ്ട്രി. ഇനി ഡാറ്റ സയൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബയോളജിയിൽ പഠിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും വലിയ ഒരു ഓപ്ഷൻസുകളാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് നീറ്റ് തന്നെയല്ല, അല്ലാതെ തന്നെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. താങ്ക് യു സാർ. ഓക്കെ.